അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓഡിയോ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഹ്യൂമൻ അനാട്ടമി, പിന്നെ 8 ഹെഡ് തിയറി ഉണ്ട്, പിന്നെ ജോയിൻറ്റ്സ് ആൻഡ് മസിൽസ്. നമുക്കറിയാം ഹ്യൂമൻ അനാട്ടമി നമ്മൾ എന്തിനായിരുന്നു അറിയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നമ്മൾ എന്തെങ്കിലും ഡിഫോമിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ അനാട്ടമി നമ്മൾ പഠിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ടല്ല, നമ്മൾ കുറച്ച് ടൈപ്പ് ഫിഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അനാട്ടമിയിൽ ജസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കാനുണ്ട്. അപ്പം 8 ഹെഡ് തിയറിയാണ് വേറൊരു ടോപ്പിക്ക് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, 8 ഹെഡ് തിയറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് 4 ജോയിൻറ്റ്സും പിന്നെ മസിൽസിനെ കുറിച്ചാണ് ഈ ക്ലാസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഹ്യൂമൻ അനാട്ടമിയിൽ നമ്മളിപ്പോൾ ഒരു ആന്ത്രപ്പോമെട്രി എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡ് ആന്ത്രപ്പോസ് എന്ന് പറയുന്നതിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പം ഹ്യൂമൻ ബീയിങ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ആന്ത്രപ്പോമെട്രി എന്ന് പറയുമ്പം ഹ്യൂമൻ ബീയിങ്. അതിലിപ്പം ആന്ത്രപ്പോമെട്രിക് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത്. കമ്പാരിറ്റീവ് മെഷർമെൻറ്റ്സ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ. അപ്പോൾ അതിൽ ചിലപ്പം എക്സാമിന് ചോദിക്കാറുണ്ട് ആന്ത്രപ്പോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം, ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്, അവരുടെ മെഷർമെൻറ്റ്സൊക്കെ ആയിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളറിയാം മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് പാർട്സിൻ്റെ മെഷർമെൻറ്റ് എടുക്കും അല്ലേ? ഹൈറ്റ്, ലെങ്ത്ത്, സർക്കംഫറൻസ് ഹെഡിൻ്റെത്, വേസ്റ്റ്, പിന്നെ ഹിപ്പ്, ഇതൊക്കെ നമ്മളെ ഗേർത്ത് മെഷർമെൻ്റ് ആണ് അല്ലേ? ഗേർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളായിട്ട് എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഗേർത്ത് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുക? ഇൻഡിവിജ്വലിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഡ്രസ് ഫോമിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കുക. കറക്റ്റ് ഫിറ്റ് നോക്കണമെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് വേണം. അപ്പം കട്ടിംഗ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് ഏതാണോ, ഏത് ബോഡി സ്ട്രക്ചറിലാണോ നമ്മൾ ഇടുന്നത് അതിൻ്റെ കറക്റ്റ് സൈസ് ആൻഡ് ഷേപ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ അതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും പ്രപ്പോർഷനേറ്റ് അല്ലാതെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യുകയും വേണം, റെക്കോർഡ് ചെയ്യുകയും വേണം. എന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം എന്തെങ്കിലും ചെറിയ ഡിഫോമിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 ഹെഡ് തിയറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഒരു ബോഡി, ഹ്യൂമൻ ബോഡീനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ 8 ഹെഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഹെഡ് മുതൽ ചിൻ വരെയുള്ള പാർട്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് തന്നെയായിരിക്കും നമ്മൾ ഹ്യൂമൻ ബോഡീനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ മെഷർമെൻറ്റും, അതായത് ഓരോ ബ്ലോക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഹെഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഹെയർ ടു ചിന്നാണ്. പിന്നെ ഇവിടെയുള്ളതാണ് ചിന്ന്, അറിയാമല്ലോ, താടി. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ ചിൻ ടു ഇവിടെയാണ് ചെസ്റ്റ്, അതായത് നിപ്പിൾ, അല്ലെങ്കിൽ ബോട്ടം ഓഫ് സൈ. സൈ എന്ന് പറഞ്ഞാൽ ഈ കൈക്കുഴിയുടെ അടിഭാഗത്തുള്ള ആ പോർഷനില്ല, അതിനാണ് നമ്മൾ സൈ എന്ന് പറയുക, SCYE. അടുത്തത് ഇവിടെ ചെസ്റ്റ് മുതൽ എവിടെയാണ് വേസ്റ്റ് വരെയുള്ളത്, തേർഡ് ഹെഡിൽ വരുന്നത്. പിന്നെ ഫോർത്ത് ഹെഡിലോ വേസ്റ്റ് മുതൽ ഹിപ്പ് വരെ വരുന്നത്. ഹിപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഏകദേശം ഇവിടം വരെ വരും ഫോർത്ത് ഹെഡ്. ഫിഫ്ത്ത് ഹെഡോ ഹിപ്പ് മുതൽ മിഡ് തൈ, തൊടയുടെ ഒരു പകുതി വരെ വരും ഫിഫ്ത്ത്. സിക്സ്ത് ഹെഡ് എന്ന് പറയുമ്പം ഈ മിഡ് തൈ മുതൽ നീ വരെ വരും, ബിലോ നീ വരെ. പിന്നത്തത് നീ മുതൽ കാഫ്, ഇതിൻ്റെയൊക്കെ സെൻട്രലായിട്ട് വരും കാഫ് മസിൽസ്. പിന്നെ കാഫ് മുതൽ ടിപ്പ് ടോയിൽ, അതായത് വിരലിൻ്റെ അറ്റം വരെയുള്ളത്, അതാണ് 8th ഹെഡ്. അപ്പം നമ്മളിങ്ങനെ 8 ഹെഡ് തിയറി എന്ന് വെച്ചാൽ എന്താണെന്ന് പറയേണ്ടത്, നമ്മൾ ഹെഡ് മുതൽ ടോ വരെയുള്ള ഹ്യൂമൻ ബോഡിയുടെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഹെഡ് എന്ന് പറയുന്നതിൻ്റെ മെഷർമെൻറ്റ് തന്നെയായിരിക്കും നമ്മൾ എല്ലാ ബ്ലോക്കിലും വരുന്നത്. അടുത്തത് ജോയിൻറ്റ്സ് ആൻഡ് മസിൽസ്.
അപ്പം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ജോയിൻറ്റ്സ് മസിൽസൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചെറുതായത് ചൈൽഡ്ഹുഡ് മുതൽ നമ്മുടെ ഒരു മെച്യൂരിറ്റി വരെയൊക്കെ നമ്മളെ പിന്നെ ബോണും മസിൽസിനൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. പക്ഷെ മെച്യൂരിറ്റി കഴിഞ്ഞാൽ പിന്നെ ഗ്രോത്ത് ഒന്നും വരില്ല അല്ലേ. ബോണിന് പിന്നെ ഗ്രോത്ത് ഒന്നും വരില്ല. പക്ഷെ മസിൽസ് ചേഞ്ചസ് വരാം, മസിൽ കൂടും അല്ലേ. ചിലർ മസിൽ കൂടി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പിലേക്കുള്ള മസിൽസാണ് ചേഞ്ച് വരുന്നത്. അപ്പം നമ്മൾ നറിഷ്മെൻറ്റ്, അതായത് പ്രോപ്പറായിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നത്, പിന്നെ സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തും, ബോഡിയിൽ പല ചേഞ്ചസ് വരുത്തും അല്ലേ. നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കലും, പിന്നെ ഓവറായിട്ട് കഴിക്കുന്നത്, പിന്നെ നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റി, അതൊക്കെ നമ്മൾ ബോഡീനെ ഒരുപാട് ചേഞ്ച് വരുത്തുന്നുണ്ട്. അപ്പം ബോണും പിന്നെ ജോയിൻറ്റ്സും ഒക്കെ എന്തിനാ, നമുക്ക് ഈസി മൂവ്മെൻറ്റ്, ബോഡിയുടെ ഈസി മൂവ്മെൻറ്റിന്, അല്ലെങ്കിൽ നമ്മുടെ നീ അല്ലെങ്കിൽ എൽബോ ഒക്കെ നമ്മൾ സ്റ്റിഫായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഇളക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിനൊക്കെയാണ് നമുക്ക് ഈ ബോൺസ് ആൻഡ് മസിൽസൊക്കെ ഉള്ളത് നമ്മുടെ ബോഡിയിൽ. അപ്പം ഈ ബോഡിയുടെ ഈ മസിൽസിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഭാഗങ്ങളിൽ കുറച്ചും കൂടെ ഈസ് വേണം. ഈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ എക്സ്ട്രാ കുറച്ച് മെറ്റീരിയൽ ആഡ് ചെയ്തിടും. കാരണം നമ്മൾ കൈ ആണെങ്കിലും കാലാണെങ്കിലും നമ്മൾ ഈസി മൂവ്മെൻറ്റിന് ഒരു ഡിഫിക്കൽറ്റിയും വരാൻ പാടില്ല. പിന്നെ അതായത് ടോളറൻസ് എന്നാണ് പറയുക നമ്മൾ. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒരു ലൂസ് വിടുക അല്ലെങ്കിൽ ഈസ് വിടുക. ആക്ച്വൽ മെഷർമെൻറ്റ് കറക്റ്റല്ല നമ്മൾ തയ്ക്കുമ്പോൾ എടുക്കുക, അറിയാലോ, കറക്റ്റ് ഫിറ്റായിട്ടല്ല നമ്മൾ എടുക്കുക. അതിൽ നമ്മൾ കുറച്ച് ഈസ് വിടും, എക്സ്ട്രാ കുറച്ച് വിടും. എന്തിനാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡിയുടെ ആക്ടിവിറ്റീസിന് ഒന്നും ഡിഫിക്കൽറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ടൈപ്പ് ജോയിൻറ്റ്സ് ആണ് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ പറയുന്നത്. ഗ്ലൈഡിങ് ജോയിൻറ്റ്സ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻറ്റ്. അപ്പം ഫസ്റ്റ് ഗ്ലൈഡിങ് ജോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. സ്പൈന്, ആങ്കിള്, റിസ്റ്റ്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന, നന്നായിട്ട് റൊട്ടേഷൻ പറ്റുന്നത്, ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് റൊട്ടേഷൻ പറ്റുന്നൊരു ഭാഗങ്ങളാണ് അല്ലേ. സ്പൈന്, ആങ്കിള്, റിസ്റ്റ്. പിന്നെ ഉള്ളത് ബോൾ ആൻഡ് സോക്കറ്റ്, അതറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൈ ബോണിൻ്റെ അവിടെയും പിന്നെ ഷോൾഡറിൻ്റെ അവിടെയും വരുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. അത് ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെയാണ്, സോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് അല്ലേ. കൈ എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടെ മുതൽ നമുക്ക് നന്നായിട്ട് സർക്കിളായിട്ട് കൈ മൂവ് ചെയ്യിക്കാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തൈസിൻ്റെതും അല്ലേ, ഫുൾ റൊട്ടേഷൻ നമുക്ക് പറ്റുന്നതാണ്. ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ജോയിൻ്റ് ഉണ്ട്. അത് ഒന്നുകിൽ നമുക്ക് ഫോർവേഡ് മൂവ് ചെയ്യാം, ഒന്നുകിൽ ബാക്ക്വേഡ് മൂവ് ചെയ്യാം. ഫോർവേഡ് എന്ന് പറയുന്നത് എൽബോ, കൈയുടെ അവിടെ നിന്നുള്ളത് നമുക്ക് ഫോർവേഡ് മൂവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ അത് തിരിച്ചങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാലിൻ്റെ എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡ് മൂവ് ചെയ്യാം, ഫോർവേഡ് പറ്റില്ല. മനസ്സിലായില്ലേ ഹിഞ്ച് ജോയിൻറ്റ്. അടുത്തത് പിവറ്റ് ജോയിൻറ്റ്. പിവറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിലുള്ളതാണ്. അതായത് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ, സൈഡ് വൈസ് ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന ജോയിൻ്റാണ് പിവറ്റ് ജോയിൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 4 ടൈപ്പ് ജോയിൻറ്റ്സ്. അടുത്തതാണ് മസിൽസ്. മസിൽസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ മസിൽസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒക്കെ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ബോഡിയിലുണ്ടെങ്കിൽ അവരുടെ ഇതിലുള്ള മസിൽസിനും കുറച്ച് അതായത് എയിൽമെൻറ്റ്, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു ബോഡിയാണെങ്കിൽ അവരുടെ മസിൽസൊക്കെ സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കും. പിന്നെ നമ്മൾ മസിൽ അറിയാലോ, നമ്മൾ എക്സസൈസൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് മസിൽ കൂടിയിട്ടൊക്കെ വരും, അല്ലാത്തവരുടെ നോർമലായിട്ട് ഇരിക്കും. അപ്പം ഇത് നമ്മളിപ്പം വർക്കിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ ഈ മസിൽസൊക്കെ എക്സ്പാൻഡ് ചെയ്യും അല്ലേ. നമ്മൾ ഇങ്ങനെ ജിമ്മൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ വർക്കിംഗ് സ്റ്റേറ്റിൽ അവരുടെ മസിൽസൊക്കെ എക്സ്പാൻഡ് ചെയ്ത് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ എന്താ ഇട്ടിരിക്കുന്ന ഗാർമെൻറ്റിന് നമുക്ക് ഈസൊന്നും ഇല്ലെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് അവർക്കത് ഒരു ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ലൂസ് ചെയ്യണം. ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മളതൊക്കെ ലൂസ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ വണ്ണം കൂടുകയൊക്കെ ചെയ്ത് നമുക്കത് ലൂസാക്കാനുള്ളൊരു കാര്യങ്ങളും ഒരു മാർജിനും നമ്മൾ അവിടെ ഇടണം.
നമ്മൾ നോർമൽ ഈസ് അവിടെ ഇടും, പക്ഷേ നമുക്ക് വണ്ണം കൂട്ടണം, കുറച്ച് കഴിഞ്ഞ് വണ്ണം കൂട്ടണം. അപ്പം നമ്മളവിടെ അതിൻ്റെ മാർജിൻ കുറച്ചും കൂടെ ഇടണം. അപ്പോൾ എപ്പോഴാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനൊരു അവസരം കിട്ടുള്ളൂ. അല്ലെങ്കിലോ ഈ ഗാർമെൻറ്റിന് പിന്നെ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ, ടോളറൻസ് അല്ലെങ്കിൽ ഈസ് ഒന്നും ഇട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജോയിൻറ്റ്സ്, മസിൽസ്, പിന്നെ നമ്മുടെ ഹ്യൂമൻ അനാട്ടമിയിൽ പറഞ്ഞത് 8 ഹെഡ് തിയറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. താങ്ക് യു.